നമസ്കാരം. ഒരു പുതിയ ബിസിനസ് ആശയം, ഒരു പുതിയ ടെക്നോളജി, ആരാലും നിയന്ത്രിക്കാത്ത, പൂർണ്ണമായും ഡീസെൻട്രലൈസ്ഡ് ആയ ഒരു പ്രോഗ്രാം ഒരു ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാമർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇത് പൂർണ്ണമായും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ BNB സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഒരു ബ്ലോക്ക് ചെയിനിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. അതായത് പ്രോഗ്രാം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് റൺ ചെയ്തുകൊണ്ട് തന്നെയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകൾ സാധാരണഗതിയിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ക്യാഷ് പോക്കറ്റ് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. 100% ഡീസെൻട്രലൈസ്, 100% ഡിസ്ട്രിബ്യൂഷൻ, 100% ഓട്ടോമേഷൻ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സെൻട്രൽ അതോറിറ്റി കൺട്രോൾ ഇവിടെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ നിയന്ത്രിക്കാനോ നമ്മുടെ വരുമാനം നിയന്ത്രിക്കാനോ ഒരു വ്യക്തിയോ ഒരു കമ്പനിയോ ഒരു പ്രസ്ഥാനമോ ഇല്ല. നമ്മുടെ വരുമാനം ആ മൈക്രോ സെക്കൻഡിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന വാലറ്റിലേക്ക് നേരിട്ടെത്തുന്നു. അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും. സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ സെക്യൂരിറ്റി ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു സവിശേഷതയാണ്. നമുക്ക് ലഭിക്കുന്ന കറൻസി US DTB-EB20 ആണ്. ഇതൊരു സ്റ്റേബിൾ കറൻസിയാണ്. വില കൂടുകയോ വില കുറയുകയോ ഇല്ല. അമേരിക്കൻ US ഡോളറിന്റെ മൂല്യവർദ്ധനവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കറൻസിയുടെ വില വളരുന്നത്. നെറ്റ്വർക്ക് BNB സ്മാർട്ട് ചെയിൻ ഏറ്റവും ശക്തമായ സുരക്ഷയുള്ള നെറ്റ്വർക്കാണിത്. എന്താണ് സെൻട്രലൈസ്ഡ്? ഒരു കേന്ദ്ര വ്യക്തിയായാൽ കമ്പനിയാൽ നിയന്ത്രിക്കുന്നതാണ്. എന്താണ് ഡീസെൻട്രലൈസ്ഡ്? ഇവിടെ ഒരു കേന്ദ്ര വ്യക്തിയോ കമ്പനികളോ നിയന്ത്രിക്കാനില്ല. ബ്ലോക്ക് ചെയിനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ബ്ലോക്കുകളും പരസ്പരം ഇഴചേർന്ന് കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതികവിദ്യ യാതൊരു തരത്തിലുള്ള അഴിച്ചുമാറ്റലിനും ഒരിക്കലും സാധിക്കില്ല. ഐഡികൾ മാറ്റാൻ കഴിയില്ല. എല്ലാവരും ഒരേ തുല്യതർ, 100% ഡീസെൻട്രലൈസ്ഡ്. ഈ പ്രോഗ്രാം കണക്ട് ചെയ്യാൻ ഡീസെൻട്രലൈസറായ പ്ലാറ്റ്ഫോമുകളാണ് ആവശ്യം. സേപാൽ, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് എന്നിവ ഉപയോഗിക്കാം. അതിലേറ്റവും ഉപയോഗിക്കാൻ എളുപ്പം സേപാൽ എന്ന വാലറ്റാണ്. ട്രാൻസാക്ഷൻ സ്പീഡ്, ഉപയോഗിക്കാനുള്ള ഒപ്പം എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. പിൻ നമ്പറും 12 അക്ക പാസ്വേഡുകളും നിർബന്ധമായും എഴുതി സൂക്ഷിക്കുക. അത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഏതൊക്കെ തരത്തിലുള്ള വരുമാനങ്ങളാണ് ഈ പ്രോഗ്രാമിൽ കൂടി ലഭിക്കുന്നത്? ഡയറക്റ്റ് റിഫറൽ റിവാർഡ് 60%, മാട്രിക്സ് സ്പില്ലോവർ വരുമാനം 24%, ലീഡർഷിപ്പ് ക്ലബ് റിവാർഡ് 16%. എങ്ങനെയാണ് ഈ പാക്കേജുകൾ വാങ്ങാൻ കഴിയുന്നത്? വെറും $10 കൊണ്ട് പാക്കേജ് വാങ്ങാം. അതിൽ 3 ഇരട്ടി വരുമാനം ലഭിക്കും. പിന്നീട് 40ന്റെ പാക്കേജ് വാങ്ങാം. അതിൽ 120 വരെ, അതായത് 3 ഇരട്ടി ലഭിക്കും. പിന്നീട് 80 വാങ്ങാം. അതിലും 3 ഇരട്ടി ലഭിക്കും. പിന്നീട് 120 വാങ്ങാം. അതിലും 3 ഇരട്ടി ലഭിക്കും. പിന്നീട് 250 വാങ്ങാം. അതിലും 3 ഇരട്ടി ലഭിക്കും. പിന്നീട് 500 വാങ്ങാം. അതിലും 3 ഇരട്ടി ലഭിക്കും. അതായത് എല്ലാ പാക്കേജുകളും ആക്റ്റീവ് ചെയ്യണമെങ്കിൽ $1000 ഉണ്ടായിരിക്കണം. എല്ലാ പാക്കേജിലും കൂടി $3000 3 ഇരട്ടി ലഭിക്കും. 3 ഇരട്ടി ലഭിച്ച പ്ലാനുകൾ വീണ്ടും ടോപ്പപ്പ് ചെയ്താൽ വീണ്ടും സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നുകൂടി വിശദമായി പറയാം. 10ന്റെ പാക്കേജ് എടുത്ത് നിങ്ങൾ മറ്റൊരു ID നേരിട്ട് കൊണ്ടുവന്നാൽ 60%, അതായത് $6 അപ്പോൾ തന്നെ വാലറ്റിൽ ക്രെഡിറ്റ് ആവൂ. അതുകൂടാതെ നിങ്ങളുടെ 1ാമത്തെ ലെവലിലായിരിക്കും അദ്ദേഹം വരുന്നത്. അവിടെ നിന്നും 3%, അതായത് $0.3 നിങ്ങൾക്ക് ലഭിക്കും. രണ്ടും ചേർത്ത് $6.3 ലഭിക്കും. എത്ര ഐഡികൾ വേണമെങ്കിലും ഡയറക്റ്റ് കൊണ്ടുവരാം. നിങ്ങളുടെ ID 40ലും നിങ്ങൾ കൊണ്ടുവന്ന ID 40ലുമായാൽ 25 ലഭിക്കും. നിങ്ങൾ 80ലും നിങ്ങൾ കൊണ്ടുവന്ന ID 80 ആയാലും 50 ലഭിക്കും. നിങ്ങളുടെ ID 120, നിങ്ങൾ കൊണ്ടുവന്ന ID 120 വന്നാൽ 75 ലഭിക്കും. നിങ്ങളുടെ ID 250ഉം നിങ്ങൾ കൊണ്ടുവന്ന ID 250 ആയാൽ 157 ലഭിക്കും. നിങ്ങളുടെ ID 500ലും നിങ്ങൾ കൊണ്ടുവന്ന ID 500 ആയാൽ 315 ലഭിക്കും. അതായത് നിങ്ങളുടെ ID 1000ലാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഐഡിയും 1000ൽ വന്നാൽ $630 അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതായത്
63% നിങ്ങൾക്ക് മാത്രം. ഇനി മറ്റൊരു ഇൻകമാണ് ഗ്ലോബൽ റാങ്ക് വരുമാനം, അതായത് 16%. അതുകൂടി ചേർത്താൽ വരുമാനം ഇനിയും കൂടുതൽ. 3 മാട്രിക്സ് പ്ലാൻ എന്താണ്? അതായത് 3ന്റെ ഗുണിതങ്ങൾ. അങ്ങനെ 8 ലെവലുകൾ വരെ. ഇടത് നിന്നും വലത്തോട്ട് ഫിൽ ചെയ്യപ്പെടും. അങ്ങനെ 8 ലെവൽ പൂർത്തിയാകുമ്പോൾ 9840 ഐഡികൾ വരും. വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ ഈ 8 ലെവലുകൾ വളരെ കൃത്യമായി ഫിൽ ചെയ്യപ്പെടുകയും എല്ലാവർക്കും അതിൽ നിന്നും 3% വെച്ച് വരുമാനം ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മൾ വർക്ക് ചെയ്യാത്തവരെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവരുടെ താഴെയും നമ്മളാൽ കൊണ്ടുവരുന്നവർ ഫിൽ ചെയ്യപ്പെടും. അങ്ങനെ അവർക്ക് 3% ലഭിക്കും. ഇതൊരു വർക്കിംഗ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന കൊടുക്കുക. വെറുതെ ഇരുന്നാൽ ലഭിക്കുന്നതല്ല ഇത്തരത്തിലുള്ള പ്ലാനുകളെ. മാത്രമല്ലകൾ ഫില്ല് ചെയ്യപ്പെടുമ്പോൾ ഓരോ ലെവലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അവരായിരിക്കുന്ന പ്ലാനിലാണെങ്കിൽ മാത്രമേ അവർക്ക് താഴെ വരുന്നവർ ഉയർന്ന റാങ്കിലാണെങ്കിലും വരുമാനം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ വരുമാനം ഈ പ്രോഗ്രാം ആരാണോ ക്രിയേറ്റ് ചെയ്തത് അവരുടെ വാലറ്റ് അഡ്രസ്സിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അത് നമുക്കും അവർക്കും നഷ്ടമുണ്ടാവും. നമ്മൾ പ്ലാനുകൾ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുകയും നമ്മൾ കൊണ്ടുവരുന്നവരോ അല്ലെങ്കിൽ അതിന് താഴെയുള്ളവരോ ഉയർന്ന പ്ലാനുകൾ എടുക്കുകയോ ചെയ്താൽ ആ പ്ലാനിൽ നിന്നുള്ള വരുമാനവും നമുക്ക് ലഭിക്കില്ല. ഇനി എങ്ങനെയാണ് ഒന്നാമത്തെ റാങ്ക് നേടുന്നത്? ഉദാഹരണമായി നമ്മൾ 10ന്റെ പ്ലാനും 40ന്റെ പ്ലാനും ചേർത്ത് 50 പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യുന്നു. അതിനുശേഷം 3 ഐഡികൾ ഇതേ പ്ലാനിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 94 USDT. കൂടാതെ നമ്മുടെ റാങ്ക് ഒന്നാമത്തെ റാങ്കായ സ്റ്റാർ ക്ലബിലെത്തുന്നു. ആഴ്ചയിൽ 4% ഈ റാങ്കിൽ ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നു. അതെങ്ങനെയാണ്? ഒന്നാമത്തെ പ്ലാനിലും രണ്ടാമത്തെ പ്ലാനിലും വന്നിരിക്കുന്ന ആകെ ഗ്ലോബൽ വരുമാനം ആരാണോ ഈ റാങ്ക് നേടിയത് അവർക്കെല്ലാവർക്കുമായി കൃത്യമായി വീതിക്കപ്പെടുന്നു. ഇതെല്ലാം യാന്ത്രികമായി നടക്കുന്നതാണ്. ബിസിനസ് കൂടുകയും റാങ്കിലുള്ള ആളുകൾ കുറയുകയും ചെയ്താൽ കൂടുതൽ വരുമാനം ലഭിക്കും. അതേസമയം ബിസിനസ് കുറയുകയും റാങ്ക് നേടുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്താൽ ലഭിക്കുന്ന വരുമാനവും കുറയും. ഈ വരുമാനമെല്ലാം ചേർത്താൽ നമ്മുടെ വരുമാനം 67%. അതുകൊണ്ട് വർക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ റാങ്ക് എങ്ങനെയാണ് യോഗ്യത നേടുന്നത്? നമ്മൾ 250ലും നമ്മൾ കൊണ്ടുവരുന്നവർ 250 ആയാൽ വീണ്ടും 4% ലഭിക്കും. അതായത് നമ്മൾ ഡയമണ്ട് എന്ന റാങ്കിലെത്തുന്നു. ഇതിലും അത് തന്നെ കണക്ക്. ഇപ്പോൾ നമ്മൾ 71% വരുമാനത്തിലാണ്. ആയതുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുക, കൂടുതൽ വരുമാനമെടുക്കുക. എന്തുമാത്രം വർക്ക് ചെയ്താൽ അത്രമാത്രം വരുമാനം. ഇനി 8 ലെവൽ ഫില്ലായാൽ ലഭിക്കുന്ന അത്ഭുതം കാണാം. 3ന്റെ ഗുണിതങ്ങൾ കൃത്യമായി 8 ലെവൽ. ഒന്നാമത്തെ ലെവലിൽ 3 ഐഡികൾ, രണ്ടാമത്തെ ലെവലിൽ 9 ഐഡികൾ, അങ്ങനെ 8ാമത്തെ ലെവലിൽ 6561 ഐഡികൾ വരും. മൊത്തം 9840 ഐഡികൾ ഉണ്ടാവും. ഇതാണ് ഒരു സൈക്കിൾ. ഇത്രയും ഐഡികളിൽ കൂടി നടക്കുന്ന ട്രാൻസാക്ഷനാണ് ഓരോ വ്യക്തികളുടെയും വരുമാനം. വീണ്ടും ആരൊക്കെയാണോ 3 ഇരട്ടി വാങ്ങുന്നത് അവർ വീണ്ടും ടോപ്പപ്പ് ചെയ്യുന്നു. വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു. ഒരു അത്ഭുതമാണ് എന്നത് അത് ലഭിക്കുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ 10 USDT മാത്രം ടോപ്പപ്പ് ചെയ്തു. നിങ്ങളുടെ ടീമിൽ 8 ലെവലുകളും 10ന്റെ മാത്രം ഫിൽ ചെയ്താൽ അതിൽ കൂടി ലഭിക്കുന്ന വരുമാനം മാത്രം 2952 USDT. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒറ്റ സൈക്കിളിൽ മാത്രം ഇത് ലഭിക്കുന്നു. വീണ്ടും അവർ ടോപ്പ് ചെയ്താൽ, നിങ്ങളും ടോപ്പ് ചെയ്താൽ എത്ര പ്രാവശ്യം ഇത് ലഭിക്കും? ഇതാണ് കണക്കിന്റെ അത്ഭുതം. ഇനി നിങ്ങളുടെ പാക്കേജ് 50ലും നിങ്ങൾ കൊണ്ടുവരുന്നവർ 50ലും മാത്രമാണെങ്കിൽ മൊത്തം 8 ലെവലുകളിൽ കൂടി 11,808 USDT ലഭിക്കും. വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടാൽ വീണ്ടും ലഭിക്കും. 1 വർഷം കൊണ്ട് സംഭവിച്ചാൽ പോലും നല്ലൊരു വരുമാനമല്ലേ? ഇനി നിങ്ങളുടെ ID 120 ആണെങ്കിൽ, നിങ്ങൾ കൊണ്ടുവരുന്നവരും ഇതേ പാക്കേജിലാണെങ്കിൽ മൊത്തം ലഭിക്കുന്നത് 23,616 USDT. ഇതും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിലോ? ഒരു സാധാരണക്കാരന്റെ സ്വപ്നം അല്ലെങ്കിൽ കൊച്ചു കടങ്ങൾ ഈ ഒരൊറ്റ പാക്കേജ് മാത്രം എടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങളുടെ പ്ലാൻ 250ലാണെങ്കിലോ? നിങ്ങൾ ഇതുമാത്രം പ്രൊമോട്ട് ചെയ്താൽ 35,424 USDT ലഭിക്കുന്നു. ഇതും ആവർത്തിക്കപ്പെടുന്നു. ഇനി നിങ്ങളുടെ പ്ലാൻ 250ലാണെങ്കിലോ? നിങ്ങൾ ഇതുമാത്രം പ്രൊമോട്ട് ചെയ്താൽ 73,800 USDT ലഭിക്കുന്നു.
ഇതും ആവർത്തിക്കപ്പെടുന്നു. ഇനി 500 പ്ലാൻ അപ്ഗ്രേഡ് ചെയ്താലോ? നിങ്ങൾ കൊണ്ടുവരുന്നവരും അപ്ഗ്രേഡ് ചെയ്താലോ? നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,47,600 USDT. ഇതും ആവർത്തിക്കപ്പെടുന്നതാണ്. എല്ലാ പ്ലാനിലും ചേർത്ത് 2,95,200 USDT ലഭിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഒരു അത്ഭുതമല്ലേ? ഒരു സാധാരണക്കാരന് കോടീശ്വരനാകാൻ ഈ മനോഹരമായ പ്ലാൻ, ഈ കണക്കിന്റെ അൽഗോരിതം എന്ന അത്ഭുതത്തിൽ കൂടി സംഭവിക്കുന്നു. പക്ഷേ വർക്ക് ചെയ്യണം. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് നേടിയെടുക്കാൻ ഒരവസരം മുമ്പിലുണ്ട്. ടെക്നോളജിയാണ് കണക്ക് തെറ്റില്ല. വരുമാനമാരും നിയന്ത്രിക്കില്ല. ആരും കൺട്രോൾ ചെയ്യില്ല. ആരോടും ചോദിക്കേണ്ട. ഒരു ലീഡറെയും ആശ്രയിക്കേണ്ട. ഒരു കമ്പനിയോടും അപേക്ഷിക്കേണ്ട. ഇനിയും 2 റാങ്കുകൾ കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ഐഡിയ 500-ലായാൽ ഗാലക്സി ക്ലബ് എന്ന റാങ്കിലെത്തും. ഗ്ലോബൽ പൂളിന്റെ 3% ഇതിന്റെ വരുമാനം ലഭിക്കും. പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. അതായത് ഈ വരുമാനം ലഭിക്കാൻ ആരെയും കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. അതുപോലെ നമ്മുടെ ഐഡി 1000-ലെത്തിയാൽ റാങ്ക് സെലിബ്രേറ്റ് ക്ലബിലെത്തും. ഈ റാങ്കിൽ മാത്രം ഗ്ലോബൽ പൂളിന്റെ 5% വരുമാനമുണ്ട്. ആരെയും കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. 1000-ലെത്തിയാൽ 3%-ഉം 5%-ഉം ചേർത്ത് 8% ആഴ്ചയിൽ ലഭിക്കും. ഇത് കൃത്യം എത്ര കിട്ടുമെന്ന് പറയാൻ സാധ്യമല്ല. എത്ര പേർ ആ റാങ്കിലെത്തുന്നു, അത്രയും ആളുകൾക്ക് ആ ആഴ്ച ലഭിച്ച ടോട്ടൽ വരുമാനം ഒരുപോലെ വിതരണം ചെയ്യപ്പെടുന്നു. ഒരു വർക്കും ചെയ്യാതെ ഈ റാങ്ക് മാത്രം അടിച്ചവർക്ക് മൊത്തത്തിൽ 2 ഇരട്ടി മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. എല്ലാവരും ഒന്നിച്ച് സാധിക്കുന്നത് പോലെ വർക്ക് ചെയ്താൽ നമുക്ക് വളരെ നേരത്തെ സമ്പത്ത് നേടിയെടുക്കാൻ കഴിയും. ഈ പ്രോഗ്രാം കേട്ടു താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്വയം തീരുമാനമെടുത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം എല്ലാം നല്ല അവസരങ്ങളെയും പോലെ തന്നെ ഈ അവസരവും നിങ്ങൾക്ക് തന്ന വ്യക്തി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സമീപിച്ചതെങ്കിൽ ഉപേക്ഷ വിചാരിക്കരുത്. കാരണം അദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ ഐഡികളും നിങ്ങളുടെ ടീമിൽ വരാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, നല്ല അവസരങ്ങൾ നിങ്ങളാണ് കേട്ടത്. അത് കേൾക്കാത്തവരോടും അറിയാത്തവരോടും ചോദിച്ച് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തരുത്. ഐഡി എങ്ങനെ ആക്റ്റീവ് ചെയ്യാം? നിങ്ങളുടെ സുഹൃത്ത് തന്ന റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യുക. നിങ്ങളുടെ സേപാൽ തുറക്കുക. അതിൽ 10 USDT $1 തുല്യമായ BNB ഉണ്ടായിരിക്കണം. സേഫാലിന്റെ ഏറ്റവും താഴെയുള്ള എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് എന്ന ഭാഗത്ത് റെഫറൽ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ നെറ്റ്വർക്ക് BNB ചെയിനിലേക്ക് മാറ്റണം. ഇപ്പോൾ നിങ്ങളുടെ സൈറ്റ് തുറക്കാൻ തുടങ്ങി. തുറന്ന സൈറ്റിന്റെ താഴെ ഭാഗത്ത് P1 എന്ന ഭാഗത്ത് ആക്ടിവേഷൻ ചെയ്യണം. കൺഫേം കൊടുക്കണം. പാസ്വേഡ് കൊടുക്കണം. വീണ്ടും കൺഫേം കൊടുക്കണം. പാസ്വേഡ് ചോദിക്കും, അത് കൊടുക്കണം. നിങ്ങളുടെ സൈറ്റ് രജിസ്റ്റർ ആയിരിക്കുന്നു. നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് പോകാം. അവിടെ നിന്നും നിങ്ങളുടെ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യാം. അത് മറ്റുള്ളവർക്ക് കൊടുക്കാം. ഈ സൈറ്റിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഇൻഡ്യൂ അല്ലെങ്കിൽ ക്ലോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഇതൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് അഡ്വൈസ് അല്ല. ടെക്നോളജിയിലെ നല്ലൊരു അവസരം പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ടീം വിങ്സ് ഒരു സപ്പോർട്ടിംഗ് സഹായമായി മാത്രം കാണുക. എല്ലാവർക്കും വിജയാശംസകൾ.